പാലക്കാട് കാവശ്ശേരി പഞ്ചായത്ത് സെക്രട്ടറിയെ മർദ്ദിച്ച് CPM പ്രവർത്തകർ. സത്യപ്രതിജ്ഞാ ചടങ്ങിന് ശേഷമാണ് സെക്രട്ടറി പി വേണുവിന് മർദ്ദനമേറ്റത്. CPM പ്രവർത്തകരായ പ്രമോദ്, രമേശ് എന്നിവരടങ്ങുന്ന സംഘമാണ് മർദ്ദിച്ചത്. തെരഞ്ഞെടുപ്പിൽ പ്രമോദിന്റെ നാമനിർദ്ദേശ പത്രിക തള്ളിയിരുന്നു. ഇതിന്റെ വൈരാഗ്യത്തിലായിരുന്നു മർദ്ദനം. വിവരങ്ങളുമായി അരുൺ ആലത്തൂർ ചേരുകയാണ്. അരുൺ, നാമനിർദ്ദേശ പത്രികാ സമർപ്പണം കഴിഞ്ഞു, തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, വിജയ പ്രഖ്യാപനവും ഉണ്ടായി. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്ന സാഹചര്യത്തിലേക്ക് വരെ കാര്യങ്ങൾ എത്തി. അപ്പോഴാണ് വീണ്ടും പ്രകോപനം, അതും പഞ്ചായത്ത് സെക്രട്ടറിക്ക് നേരെ ഉണ്ടായിരിക്കുന്നത്. വിവരങ്ങൾ. നീലിമ, പാലക്കാട് കാവശ്ശേരി പഞ്ചായത്തിലാണ് സെക്രട്ടറിക്ക് മർദ്ദനം ഏറ്റിരിക്കുന്നത്. ഈ സത്യപ്രതിജ്ഞാ ചടങ്ങിന് ശേഷം സെക്രട്ടറി പി വേണുവിനെ CPMന്റെ പ്രവർത്തകർ മർദ്ദിക്കുകയായിരുന്നു. CPM പ്രവർത്തകരായ പ്രമോദ്, രമേശ് എന്നിവരടങ്ങുന്ന ഒരു സംഘം ആളുകളാണ് ഈ സെക്രട്ടറി പി വേണുവിനെ മർദ്ദിച്ചത്. ഈ തെരഞ്ഞെടുപ്പിലെ പ്രമോദിന്റെ നാമനിർദ്ദേശ പത്രിക തള്ളിയിരുന്നു. ഇതിന്റെ വൈരാഗ്യമാണ് ഈ സെക്രട്ടറിയെ മർദ്ദിക്കുന്നതിലേക്ക് വഴിവെച്ചത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും ഈ CPM പ്രവർത്തകരുടെ മർദ്ദനത്തിൽ പരിക്കേറ്റ വേണുവിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹം ഇപ്പോൾ ചികിത്സയിൽ തുടരുന്ന സ്ഥിതിയാണ്. മാത്രമല്ല, അദ്ദേഹം ഈ മർദ്ദനമേറ്റ സംഭവത്തിൽ പോലീസിൽ പരാതി നൽകുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഏതായാലും ഈ CPMനെ സംബന്ധിച്ചിടത്തോളം CPMനെ അത്യാവശ്യം ശക്തിയുള്ള ഒരു മേഖലയായിരുന്നു കാവശ്ശേരി. ആ കാവശ്ശേരി മേഖലയിൽ പലയിടത്തും അവർക്ക് അടിപതറുന്ന ഒരു സ്ഥിതി തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടുണ്ട്. ഈ പശ്ചാത്തലത്തിൽ കൂടെയാണ് ഈ സെക്രട്ടറിക്ക് നേരെ ഇവർ തിരിഞ്ഞിരിക്കുന്നത്, സെക്രട്ടറിയെ അകാരണമായി മർദ്ദിക്കുന്നതിലേക്ക് വഴിവെച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. യെസ്, CPMന്റെ പല ശക്തി കേന്ദ്രങ്ങളിലും കാലിടറുന്ന സാഹചര്യം CPMനുണ്ടായി. ഏറ്റവും ഒടുവിൽ കാവശ്ശേരി പഞ്ചായത്തിലാണ് അത്തരത്തിൽ ഒരു തിരിച്ചടി CPMനുണ്ടായത്. പക്ഷേ ഇതിന്റെ കാരണം രാഷ്ട്രീയ കാരണമാണ് എന്ന് പറഞ്ഞുകൊണ്ട് പഞ്ചായത്ത് സെക്രട്ടറിയെ മർദ്ദിക്കുന്നതിലേക്ക് വരെ കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ്. അരുൺ ആലത്തൂരാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.